കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ദാരുണവും ഭീകരവുമായ ദുരന്തത്തിനാണ് വയനാട് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ചുരുൾമലയിലും മുണ്ടക്കയിലും ഉറങ്ങിക്കിടന്നവരുടെ മുകളിലൂടെ മരണത്തിന്റെ സംഹാര ശബ്ദവുമായി ഉരുൾപൊട്ടി വീണു. ഉരുൾപൊട്ടലിലേക്ക് നയിച്ചതിന് പല കാരണങ്ങളുണ്ടാകാം. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 ദിവസമായി പെയ്ത കോരിച്ചൊഴിഞ്ഞ മഴ തന്നെയാണ്. അത്യാഹിതം സംഭവിച്ച തിങ്കളാഴ്ച രാത്രിയിലും നിർത്താതെ മഴ പെയ്തിരുന്നു. മലയുടെ സുഷിരങ്ങൾക്ക് താങ്ങാവുന്നതിലധികം ജലം നിറഞ്ഞപ്പോൾ മലയും ജലവും കൂടി ഒന്നിച്ച് ഗ്രാമങ്ങളിലേക്ക് നിപതിക്കുകയായിരുന്നു. ജീവൻ രക്ഷപ്പെട്ടവർക്ക് കണ്ടു നിൽക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാനാകുമായിരുന്നില്ല. പ്രിയപ്പെട്ടവരുടെ പേരുകൾ വിളിച്ച് അവർ നിലവിളിച്ചെങ്കിലും രാത്രിയുടെ നിസ്സംഗത മാത്രമായിരുന്നു മറുപടി. ഇത് വയനാടിന്റെയോ കേരളത്തിന്റെയോ മാത്രം ദുഃഖമല്ല, രാജ്യത്തിന്റെ മുഴുവൻ ദുഃഖമാണ്. അയൽ സംസ്ഥാനമായ തമിഴ്നാട് 5 കോടി രൂപ അടിയന്തര ധനസഹായം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മരുന്നുകളും അവശ്യ സാധനങ്ങളും അടങ്ങുന്ന ഒരു സംഘത്തെ വയനാട്ടിലേക്ക് അയച്ചിട്ടുമുണ്ട്. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ജാതിയുടെയോ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ ഒന്നും വേർതിരിവുകളില്ലാതെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു പാരമ്പര്യം കേരളത്തിനുണ്ട്. പ്രളയ സമയത്ത് നമ്മളത് കണ്ടതാണ്. വയനാട് ദുരന്തത്തിൽ നിന്ന് പരിക്കുകളോടെയും അല്ലാതെയുമൊക്കെ രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവരെ ചേർത്ത് നിർത്താനും പുനരധിവസിപ്പിക്കാനും ഒക്കെ നമുക്ക് കഴിയണം. അതിന് ഉദാരമതികളായ വ്യവസായികളും പ്രവാസികളുടെയും ഒക്കെ സഹായം നമുക്ക് വേണം. മരിച്ചുപോയവരെ തിരിച്ചു കൊണ്ടുവരാൻ ആർക്കും സാധിക്കില്ല. എന്നാൽ ജീവൻ ബാക്കിയുള്ളവർക്ക് വേണ്ട ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി നൽകാൻ നമുക്ക് കഴിയും. അതിന് പലതുള്ളി പെരുവെള്ളം പോലെ ധനം വന്നു ചേരുക തന്നെ ചെയ്യും. ആ ധനം ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ സർക്കാർ പ്രത്യേക താല്പര്യമെടുത്ത് ഒരു കർമ്മ പദ്ധതി രൂപീകരിക്കണം. 2019 ഓഗസ്റ്റ് 8-നാണ് വയനാടിനെ പിടിച്ചു കുലുക്കിയ പുത്തുമല ദുരന്തം ഉണ്ടായത്. അന്ന് 17 പേരുടെ ജീവനാണ് ഉരുൾപൊട്ടൽ കവർന്നെടുത്തത്. ആ ദുരന്തം നടന്ന് 5 വർഷം തികയും മുമ്പാണ് ഈ മഹാദുരന്തം സംഭവിച്ചിരിക്കുന്നത്. ഓരോ ദുരന്തം നടന്നു കഴിയുമ്പോഴും സർക്കാർ ആ ദുരന്തത്തിന്റെ പല വശങ്ങളെക്കുറിച്ച് പഠിക്കാനായി ഓരോ കമ്മിറ്റികളെ നിയോഗിക്കും. കമ്മിറ്റികൾ അതിനെക്കുറിച്ച് പഠിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. എന്നാൽ ആ റിപ്പോർട്ടിൽ പറയുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ എന്തെങ്കിലും ആത്മാർത്ഥത നമ്മൾ കാണിച്ചിട്ടുണ്ടോ? ജനവാസ യോഗ്യമല്ലാത്ത സ്ഥലങ്ങളിൽ ജനവാസം അനുവദിക്കുന്നത് ഒരിക്കലും അഭികാമ്യമല്ല. സഹ്യന്റെ താഴ്വരകളിൽ സംരക്ഷിക്കപ്പെടേണ്ട ഇടങ്ങളിൽ ജനവാസം അനുവദിച്ചാൽ അത് വ്യക്തമായി സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് മഹാപ്രകൃതി ദുരന്തങ്ങളായിരിക്കുമെന്ന് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ പല കാരണങ്ങളാൽ നമ്മൾ ആ റിപ്പോർട്ടിൽ വെള്ളം ചേർക്കുകയും അത് നടപ്പിലാക്കാതിരിക്കുകയും അവസാനം ആ റിപ്പോർട്ട് പാടെ തള്ളിക്കളഞ്ഞ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് സ്വീകരിക്കുകയുമാണ് നമ്മൾ ചെയ്തത്. ഭൂമിയോളം ക്ഷമിക്കുന്ന മറ്റൊന്നും ഈ ലോകത്തില്ല എന്നാണ് പറയാറ്. എന്നാൽ ക്ഷമയുടെ എല്ലാ പരിധികളും ലംഘിക്കപ്പെടുമ്പോഴായിരിക്കാം അത് ഇങ്ങനെ സംഹാരരൂപിണിയായി മാറുന്നത്. വൻതോതിലുള്ള കുടിയേറ്റവും വനനശീകരണവും ഒക്കെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇനിയും നമ്മളെ വേട്ടയാടും. വനം വെട്ടി തോട്ടങ്ങളാക്കിയ പ്രദേശങ്ങളാണ് അവിടെ കൂടുതലും. തോട്ടം തൊഴിലാളികളാണ് അവിടെ വസിക്കുന്നവരിൽ അധികവും. ജീവിത സാഹചര്യങ്ങളാണ് അവിടെ തന്നെ തുടരാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. പ്രകൃതിക്ഷോഭങ്ങളും വന്യജീവി ആക്രമണങ്ങളും എല്ലാം നേരിട്ടുകൊണ്ട് ജീവിതം നയിക്കാൻ വിധിക്കപ്പെട്ടവരാണ് അവർ. അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഈറ്റില്ലമാണ് വയനാട്. അതിനെക്കുറിച്ച് വിശദമായ പഠനം നടത്തേണ്ടതുണ്ട്. മാത്രമല്ല ഉരുൾപൊട്ടലുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ കഴിയുന്ന ഒരു സംവിധാനം അവിടെ ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെല്ലാം നമ്മൾ വയനാടിനോടൊപ്പം ചേർന്ന് നിൽക്കണം. പ്രേ ഫോർ വയനാട് ക്യാമ്പയിനുകൾ കൊണ്ട് യാതൊരു ഗുണവുമില്ല. ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? ഏതെങ്കിലും ഒരു ദൈവമാണോ ഈ വയനാടിൽ ദുരന്തത്തിന് ഉത്തരവാദി? മറ്റു ദൈവങ്ങളോട് പ്രാർത്ഥിച്ചാൽ അവർ വയനാടിനെ രക്ഷിക്കുമോ? ഇല്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ദൈവമാണ് വയനാടിൽ ഈ സംഭവിച്ചതിനെല്ലാം ഉത്തരവാദി. അതുകൊണ്ട് പ്രേ ഫോർ വയനാട് ക്യാമ്പയിനുകളല്ല വേണ്ടത്, പേ ഫോർ വയനാടാണ്. ഒരു 10 രൂപയെങ്കിലും വയനാടിന് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. അതുകൊണ്ട് പേ ഫോർ വയനാട്, ഡു ഫോർ വയനാട്.